എല്ലാവർക്കും നമസ്കാരം ട്ടാ. ഒരു ജോലി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കഷ്ടപ്പെടാൻ തന്നെയാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് അല്ലേ? എന്നിട്ടും ഒരുപാട് റാങ്ക് ഫയലുകൾ, അതുപോലെ ഒരുപാട് പുസ്തകങ്ങൾ, അല്ലെങ്കിൽ വേറെ യൂട്യൂബ് സോഴ്സുകൾ, ടെലഗ്രാമിൽ നിന്നുള്ള PDF അങ്ങനെ ഒരുപാട് സോഴ്സുകളൊക്കെ പഠിച്ചിട്ടും ചിലർക്കൊക്കെ ജോലിയിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റാങ്ക് ഫയലുകളൊക്കെ ഇങ്ങനെ കാണാപ്പാഠം പഠിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരൊക്കെയും പറഞ്ഞത് അത്രയധികം പഠിച്ചിട്ടും അവർക്കൊന്നും ഒരു ജോലി എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഈ PSC പഠിക്കാതിരിക്കുന്ന ആൾക്കാരോട് മെയിനായിട്ട് പറയാനുള്ളത്, നമ്മൾ കുറേ സാധനങ്ങൾ വാരി വലിച്ച് പഠിക്കുന്നതിലല്ല കേട്ടോ PSCയുടെ ഒരു സീക്രട്ട് ഒളിഞ്ഞിരിക്കണത്. നമ്മളിപ്പോൾ ഒരാളെ പരിചയപ്പെട്ടാലും ആളുടെ ഒരു സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണ്ടേ? അപ്പോൾ അതേപോലെ തന്നെയാണ് PSCയിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ PSCയുടെ ഒരു പ്രകൃതം, നേച്ചർ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അതിനുള്ള ഒരു പ്രധാന സ്രോതസ്സാണ് PYQ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ ഒരുപാട് PYQ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിരുന്നു. ഞാൻ ഡെയിലി ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഞാൻ വൊക്കാസ്പീഡിയയിൽ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുള്ള PYQൻ്റെ PDFകളാണ് കേട്ടോ. ആദ്യമൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്കും ഇതിനെ പറ്റിയൊരു ധാരണ ഉണ്ടായില്ല. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും, ഏതെങ്കിലും ടെലഗ്രാം ചാനലിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ കാര്യങ്ങൾ തരും. അപ്പോൾ അതിരുന്നിട്ട് ഡെയിലി അറ്റൻഡ് ചെയ്യും. വെറുതെ ജസ്റ്റ് അതിൽ തന്നെ അറ്റൻഡ് ചെയ്യും. കിട്ടാത്തത് അവിടെ ഇടും, കിട്ടുന്നതുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യും. ചിലപ്പോൾ ഞാൻ നോക്കാറേ ഇല്ല, വാല്യുവേഷൻ വരെ നടത്താറില്ല. പിന്നെ എനിക്ക് മനസ്സിലായി, നമ്മളങ്ങനെ വെറുതെ ഒരു പേപ്പർ ഇങ്ങനെ അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ ചെയ്യുന്നത്, ഒരു പേപ്പർ എടുക്കും, അത് അറ്റൻഡ് ചെയ്യും. എന്നിട്ട് എനിക്ക് എത്ര എണ്ണം അതിൽ കിട്ടുന്നതുണ്ട്, എത്ര എണ്ണം കിട്ടാത്തതുണ്ട്, എത്ര എണ്ണം അതിൽ നെഗറ്റീവ് വന്നു എന്നൊക്കെ ഞാനിങ്ങനെ എഴുതി വയ്ക്കാൻ തുടങ്ങി കേട്ടോ. അതുമാത്രമല്ല, അതിൽ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വയ്ക്കും. അതേപോലെ എൻ്റെ നെഗറ്റീവ് വന്നത്, അതായത് എനിക്ക് തെറ്റ് വന്നതും ഞാനൊരു നോട്ട് പുസ്തകത്തിൽ എഴുതി വയ്ക്കും കേട്ടോ. അതെനിക്ക് നല്ലൊരു ഗുണമായിട്ട് തോന്നി. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ്, ഞാനിതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്തിട്ട് അതിൽ കിട്ടാത്തതൊക്കെ എഴുതി വെച്ചിട്ടുള്ളൊരു പുസ്തകമാണ് കേട്ടോ അത്. അപ്പോൾ ഇതേപോലെ ഒറ്റ പുസ്തകത്തിലായിട്ട് ഇങ്ങനത്തെ വിവരങ്ങളൊക്കെ എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എന്താണോ കിട്ടാത്തത് അത് മാത്രമായിട്ട് നമുക്കൊന്ന് പിന്നീട് വായിച്ച് നോക്കാനൊക്കെ ആയിട്ട് എളുപ്പമാണെന്ന് തോന്നിയിട്ടാണ് ഞാനിങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു പുസ്തകം എടുത്തത്. ഇതൊക്കെ ഇൻഡെക്സ് ഇട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പേരുകൾ അതൊക്കെ ഞാൻ അതിൻ്റെ മുകളിൽ എഴുതും. പിന്നെ എനിക്ക് ആ ഒരു പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടി, അതിലെനിക്ക് എത്ര തെറ്റ് വന്നു കണ്ടോ, അതിൽ 81 ശരി, 11 തെറ്റ്, 8 എണ്ണം ഞാൻ സ്കിപ്പ് ചെയ്തത്, അങ്ങനെയൊക്കെ ഞാൻ ഈ ബുക്കിൽ എഴുതി വയ്ക്കും. പിന്നെ ഓരോ ക്വസ്റ്റ്യനും ഞാൻ നമ്പർ ഇടും കേട്ടോ. എത്രാമത്തെ ക്വസ്റ്റ്യനാണ് എൻ്റെ തെറ്റിയത് എന്നൊക്കെ ഞാൻ നമ്പർ ഇട്ടിട്ട് എഴുതി വയ്ക്കും കേട്ടോ. ഈ ഒരു മെത്തേഡ് എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു. കാരണം നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുത്താലായാലും അത് വർക്കൗട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ശരി തെറ്റ് എഴുതി വയ്ക്കുന്നുള്ളൂ. പക്ഷേ നമുക്കതിൽ നിന്ന് വീണ്ടും കളക്ട് ചെയ്യേണ്ട ഡാറ്റ, അല്ലെങ്കിൽ നമ്മളത് വീണ്ടും റിവിഷൻ ചെയ്യേണ്ട ഭാഗം നമുക്കതിൽ കിട്ടാത്ത ഭാഗങ്ങളാണല്ലേ. അപ്പോൾ ഇതേപോലെ എഴുതി വയ്ക്കുമ്പോൾ കിട്ടാത്ത ഭാഗങ്ങൾ മാത്രമായിട്ട് എനിക്ക് വീണ്ടും പഠിക്കാൻ പറ്റും. അല്ലാതെ ആ PDF മാത്രം ഞാനത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നീട് എനിക്ക് കിട്ടാത്തത് ഏതൊക്കെയാണെന്ന് നോക്കണമെങ്കിൽ ഞാൻ ആ PDF മൊത്തം ഇരുന്ന്, അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 100 ക്വസ്റ്റ്യൻസും ഞാൻ വായിച്ച് നോക്കേണ്ടി വരും. അപ്പോഴാണ് ഏതൊക്കെ എനിക്ക് കിട്ടാത്തത് എന്നൊരു ധാരണ എനിക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ഒരു മെത്തേഡ് ഞാൻ പരീക്ഷിച്ചിട്ട് എനിക്ക് ഇതുകൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടായി. അപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ആണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നത് കേട്ടോ. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഈ കാണുന്ന PDF രൂപത്തിലേക്ക് മാറ്റാനായിട്ട് ഞാൻ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വൊക്കാസ്പീഡിയയും പിന്നെ പ്രയാണം എന്ന് പറഞ്ഞ ടെലഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പ്രയാണത്തിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടില്ല, അത് PDF ആക്കിയിട്ട് വെച്ചിട്ടേ ഉള്ളൂ. ഇനി അത് പ്രിൻ്റ് എടുക്കണം. ഇപ്പോൾ ഈ കാണുന്നതൊന്നും ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ വർക്കൗട്ട് ചെയ്തതിലധികവും ടെലഗ്രാമിൽ നിന്ന് നേരിട്ട് നോക്കിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി വരുന്ന എക്സാമുകൾക്ക്
വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രിൻ്റൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഏതാണെന്നൊക്കെ ഇതേപോലെ ഞാൻ എഴുതി കളക്ട് ചെയ്ത് അത് മാത്രം ഓരോന്നും പ്രയാണത്തിൽ നിന്നൊക്കെ പോയി ഇതിലെ നമ്പറുകളുണ്ടല്ലോ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു കോഡ് നമ്പർ ഉണ്ട്, അത് വെച്ച് കണ്ടുപിടിച്ച് അത് മാത്രം ഒരു ഒറ്റ PDF ആക്കി. അങ്ങനെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു സ്പൈറൽ ബൈൻഡ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പം അത് കാരണം എനിക്കിതൊന്നൊരു ബുദ്ധിമുട്ടായിട്ടേ തോന്നിയിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ ബുദ്ധിമുട്ട് തോന്നാത്തത് കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ടൊരു PDF ആയിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഈ PYQ ക്വസ്റ്റ്യൻസൊക്കെ ഇരിക്കുന്നത്.